ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചതാട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മാവ് കുഴച്ച് അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് മുട്ടക്കറി വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഒരുപാട് ഡെക്കറേഷനൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ മുട്ടക്കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ 2 സവാള അരിഞ്ഞ് വഴറ്റിയിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും വേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അത് വാടി വരുമ്പോൾ ഒരുപാട് പൊടികളൊന്നും ഇടില്ല. മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ട്, അതായത് നമ്മളൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കും പോലെ തന്നെ കുറച്ച് ചാറായിട്ട് എടുക്കും. അങ്ങനത്തെ ഒരു ഈസി മുട്ടക്കറി ആട്ടോ. അപ്പോൾ ഞാൻ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ചാറ് കുറുകി വന്നപ്പോൾ അതിലേക്ക് മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുട്ടക്കറി അവിടെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ചപ്പാത്തിയുടെ മാവ് ഞാൻ ഉണ്ട പിടിക്കാനായിട്ട് പോയിട്ടാണ്. പിന്നെ ഉരുളകളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് ഇനി അത് പരത്തിയെടുക്കണം. അപ്പം ഞാൻ കുറച്ച് ഒരു 3-4 ചപ്പാത്തി ആദ്യമേ അങ്ങോട്ട് പരത്തി വയ്ക്കും. എന്നിട്ട് പിന്നെ ചൂടാനുള്ള പാൻ ചൂടാക്കി വയ്ക്കുള്ളൂ. അപ്പം പിന്നെ നമുക്ക് ഗ്യാപ്പ് വരില്ല കേട്ടോ. പിന്നെ ചുട്ട് തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത് ബാക്കി പരത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ചപ്പാത്തി ഇരിക്കുന്നതുകൊണ്ട് പാൻ അവിടെ ഇരിക്കില്ല ചൂടത്ത്. അതായത് നമ്മുടെ ഗ്യാസ് വേസ്റ്റായി പോവില്ല. അപ്പോൾ ഒരു 3-4 ആദ്യമേ അങ്ങോട്ട് പരത്തി വെച്ചാൽ മതി. അങ്ങനെ ഞാൻ പിന്നെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നല്ല മഴയാട്ടോ. മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാനേ നിവൃത്തിയില്ല. അപ്പോൾ ഈ അകത്ത് തന്നെയാണ്. അപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ ഒരു ചൂടും ആ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു സുഖമാണ്. ഇത്ര നാൾ വേനലായിട്ട് അടുക്കളയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഓട്ടിയാൽ മതിയതായിരുന്നു. ഇപ്പോൾ അടുക്കളയിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഓരോ കാലാവസ്ഥ മാറുമ്പോൾ മനുഷ്യരുടെ മൈൻഡും മാറുമല്ലേ. മഴയായതുകൊണ്ട് തന്നെ മുറ്റൊന്നും അടിക്കാൻ രാവിലെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു മഴ തോർച്ച കാണുന്ന സമയത്താണ് മുറ്റടിക്കണത്. മുറ്റത്താണെങ്കിൽ നിറയെ കരിയിലുണ്ട്. കരിയില കൂടുതൽ മുറ്റത്ത് കിടക്കുമ്പോൾ ഒച്ചും വരും. അങ്ങനെ മൊത്തം പ്രശ്നങ്ങളാണ്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ഈ കോൺക്രീറ്റ് ഇട്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ പായലും പൂപ്പലും അതും ഒക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു വെയിൽ തെളിഞ്ഞിട്ട് വേണം അതൊക്കെ ക്ലീനാക്കി ഞാൻ കുമ്മായമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ കുമ്മായമൊന്നും ഇട്ടിട്ടില്ല. കാരണം ഇട്ടാലും കാര്യമില്ല, അത് മഴയത്ത് ഒലിച്ച് പോവുള്ളൂ. അപ്പോൾ ചെറിയൊരു തോർച്ച കിട്ടിയാലാണ് നമുക്കതൊക്കെ ഇട്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എപ്പോഴാണ് ഒരു തോർച്ച കിട്ടണേന്നൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വീടിൻ്റെ അകത്ത് തന്നെയുള്ള ക്രിയകളുള്ളൂ. അങ്ങനെ ആ ചപ്പാത്തിയൊക്കെ ചുട്ടു, മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. ഇനി കുറച്ചും കൂടി, അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് അധികം ഉണ്ടാക്കി. അപ്പോൾ ഈ മഴ സമയം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കാണെങ്കിൽ അവർ കഴിച്ചോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഞാൻ കൂടുതൽ മാവ് എടുത്തിട്ടുണ്ടായി. മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും പൊതുവെ വിശപ്പ് കൂടുതലാണല്ലോ അല്ലേ. വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് വെയിലാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും പല പല ജോലികളൊക്കെ ഉണ്ടാവും. കുട്ടികൾക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇതെല്ലാവരും വീടിൻ്റെ അകത്ത് തന്നെ ആകുമ്പോൾ എല്ലാവർക്കും വിശപ്പും കൂടും. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ വയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഈ വെണ്ടയ്ക്കയും കോവയ്ക്കയും ഇവിടെ തന്നെ ഉണ്ടായി കിട്ടിയതാട്ടോ. അപ്പോൾ ഈ വെണ്ടയ്ക്ക കണ്ടപ്പോഴൊന്ന് സാമ്പാറാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് കഷ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല. ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, വെണ്ടയ്ക്ക, ഒരു സവാള, അങ്ങനെ അത്യാവശ്യം കുറച്ച് കഷ്ണങ്ങൾ ഇട്ടിട്ടുള്ള സാമ്പാറാണ്. പിന്നെ ഞാനിവിടെ വിറകിൻ്റെ അടുപ്പ് കത്തിച്ചിട്ട് കുറേ ദിവസമായിരുന്നു. വിറകെല്ലാം നനഞ്ഞ് ഇരിക്കണോണ്ട് തന്നെ കത്താൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ കുറച്ച് വിറക് ഞാൻ ഉണങ്ങിയതിരുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ കുറേ ദിവസമായാലും ഇവിടെ കത്തിച്ചിട്ടെന്ന് വിചാരിച്ച് ഇന്നിവിടെ ചോറ് വേവിക്കാൻ ഇവിടെയായിട്ട് വെച്ചത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അടിച്ചു വാരാനൊക്കെ പോയി പാത്രമൊക്കെ കഴുകി പച്ചക്കറിയൊക്കെ നുറുക്കിയൊക്കെ കഴിഞ്ഞ് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായി. സാമ്പാറിൻ്റെ ജോലി അവിടെ തീർത്തിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്കാണ് ചോറും വേവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോറും വറുത്തിട്ടിട്ടുണ്ട്, സാമ്പാറും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കോവയ്ക്കയും കൂടി ഉണ്ടായി. സാമ്പാറിൽ കുറച്ചിട്ടുള്ളൂ. അതിൻ്റെ ബാക്കി കുറച്ചിരുന്നത് ഞാൻ ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതരിഞ്ഞ് അതിലേക്ക് പച്ചമുളകും സവാളയും വേപ്പിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് വെന്ത് വന്നപ്പോൾ അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അതൊരു തോരനാക്കി അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോവയ്ക്ക കിട്ടുന്നുണ്ട് കേട്ടോ. പച്ചക്കറികൾക്കൊക്കെ ഇപ്പോൾ നല്ല വിലയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് അത് നല്ലതല്ലേ. തന്നെയല്ല വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു കോവലത്തിൻ്റെ വള്ളിയൊക്കെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിൽ കുഴിച്ചിട്ടാൽ മതിയിട്ട്. ഇപ്പോൾ പെട്ടെന്ന് എല്ലാം പിടിക്കണ സമയമല്ലേ. ഇപ്പോൾ ഞാറ്റുവേലി ആയിട്ടുണ്ട്. അപ്പോൾ കോവലത്തിൻ്റെ തണ്ടൊക്കെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അങ്ങനെ മരമോ
ഒക്കെ ഉള്ള ഒരു പന്തലിടാൻ പ്രയാസമുള്ളവർ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് കുഴിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് പടർന്ന് അങ്ങോട്ട് കയറി പൊക്കോളും. അത്യാവശ്യത്തിന് ഇപ്പോൾ ഒരു സാമ്പാറിലിടാനോ ഒരു ചെറിയ മെഴുക്കുവരട്ടിക്കൊക്കെ ഉള്ള കോവയ്ക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ പറ്റണവരൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ പപ്പടം വറുക്കാനുണ്ടായി, അപ്പോൾ അതും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ലഞ്ച് ഒരു വെജിറ്റേറിയൻ ലഞ്ചാണ്. സാമ്പാറും കോവയ്ക്കയും പപ്പടവും ഒക്കെ ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കണേ. പിന്നെ മീൻ വാങ്ങും. പിള്ളേർക്ക് മീനില്ലാണ്ട് പറ്റില്ല, അപ്പോൾ മീനും വാങ്ങും. എന്നാലും എനിക്ക് കല്യാണങ്ങൾക്കൊക്കെ പോയാലും ഞാൻ സദ്യ ഉണ്ടെങ്കിൽ സദ്യയാണ് കഴിക്കാറ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ വൈകുന്നേരം ആട്ടോ. അപ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ പിന്നെ ചായയൊക്കെ ഇട്ടു. അതൊക്കെ എടുത്തിട്ട് ചായ കുടിക്കാനായിട്ടാണ്. അപ്പോൾ മഴയൊക്കെ കണ്ട് ചായ കുടിക്കാൻ വേണ്ടി അതൊക്കെ ആയിട്ട് സിറ്റൗട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്.